വാർഷിക ആഘോഷ പരിപാടികൾക്ക് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കാം എന്ന് തീരുമാനിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. കാസർഗോഡിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം രൂപീകരിച്ച ആദ്യ സർക്കാരിന് നേതൃത്വം കൊടുത്ത VMS തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മണ്ണിൽ വെച്ചായിരുന്നു. ഇവിടം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് VMS നിയമസഭയിലേക്ക് പോയത്. നീലേശ്വരം മണ്ഡലം. ആ സർക്കാരിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൻ്റെ വികസനത്തിന് ഭദ്രമായ അടിത്തറയിട്ട സർക്കാരായിരുന്നു. അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത VMS മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും 2016 കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നു. അങ്ങനെ കണക്കാക്കിയാൽ 9 വർഷമായി തുടരുന്നൊരു സർക്കാരിൻ്റെ ഭാഗം കൂടിയാണ് 2021 അധികാരത്തിലേറിയ സർക്കാരിൻ്റെ 4ാം വാർഷികം. ഇവിടെ 2016 തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിൻ്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണം. മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്കും വേണം, ഈ നാടിനും വേണം. നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തണം. ഇന്നത്തെ വിവിധ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ, അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ
കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ചേ മതിയാകുമായിരുന്നു. നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിൻ്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിൻ്റെ ആക്രമണം. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ, ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ, ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. ഇവിടെ പറഞ്ഞു, ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചേറുമല ദുരന്തത്തിൻ്റെ കാര്യമാണ്. നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തമായിരുന്നു. ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം. പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി. പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിൻ്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാർ
നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിൻ്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. സമൂഹത്തിലെ സമസ്ത മേഖലകളിലെ ആളുകളെ ബന്ധപ്പെടുത്തുന്ന പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഗവൺമെന്റിന് വേണ്ടി നടത്തുന്ന ആശയവിനിമയത്തിന്റെ സംവാദത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് കുറിക്കുകയാണ്. ഔപചാരികമായി ഉദ്ഘാടനം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ദീർഘം ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും വിശദീകരിക്കുന്നതുമായ ഒരു ആമുഖ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. അധ്യക്ഷൻ എന്ന നിലയിൽ ചെറിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിക്കും. കേരളത്തിലെ ഗവൺമെന്റ് അതിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങാണിതെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 മുതൽ ആരംഭിച്ച വികസനത്തിന്റെ ഒരു പ്രക്രിയ കേരളത്തിൽ 9 വർഷക്കാലം പിന്നിടുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ മുന്നിൽ കാണുന്നത്. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് 2 തവണകളിലായി അതിവേഗം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. കേരളം അതിവേഗം വികസിക്കുന്ന അഭിമാനകരമായ ഒരു അനുഭവം. പാലാനാരായണൻ നായർ എഴുതിയതുപോലെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ എന്ന വരികൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കും പോലെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കടലുകടന്ന് ഇന്ത്യയുടെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂമികയായി മലയാളം സംസാരിക്കുന്ന 3.5 കോടി മനുഷ്യരുടെ ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സമസ്ത മേഖലകളിലും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ 2 ഗവൺമെന്റുകൾ 9 വർഷം പിന്നിട്ട് അതിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാർക്കറിയാം, നിങ്ങൾ വികസനം കാണാൻ മഞ്ചേശ്വരത്തേക്ക് നോക്കൂ, നിങ്ങൾ വികസനം കാണാൻ തിരുവനന്തപുരത്തേക്ക് നോക്കൂ എന്ന് പറയേണ്ട ഗതികേടില്ലാത്ത വിധം ഓരോ നാടിന്റെയും ചുറ്റുവട്ടത്ത് കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തേരോട്ടം നടത്തി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് സാധ്യമായിട്ടുണ്ട്. അതിൽ അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നത് മുതൽ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന് 32 ലക്ഷത്തിൽ നിന്ന് 64 ലക്ഷമാക്കി 60 വയസ്സ് കഴിഞ്ഞവന്റെ വീടുകളിൽ 1600 രൂപ എന്ന സാമൂഹിക പെൻഷൻ എത്തിക്കുന്നതിൽ തുടങ്ങി കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ സമാനതകളില്ലാത്ത മാറ്റങ്ങളിലൂടെ വളർന്ന് വസൂരി പരകലുണ്ടായിരുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ ആരോഗ്യ മേഖലയിൽ നടത്തിയ വലിയ മാറ്റങ്ങളുടെ വഴി തുറന്നിട്ട് ഈ ചെറിയ കാലം കൊണ്ട് 3,75,000-ത്തിലധികം പേരുടെ കുടുംബങ്ങൾക്ക് ഭൂമി ഉറപ്പാക്കി 4 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ ലൈഫ് എന്ന പദ്ധതിയിലൂടെ വീട് അവതരിപ്പിച്ച് കേരളം ഇങ്ങനെ വളർന്നതിന്റെ സമാനതകളില്ലാത്ത മുന്നോട്ട് പോക്കിലേക്ക് കടക്കുകയാണ്. 2021 മെയ് 20-നാണ് ഞാനും ശ്രീ ബാലഗോപാലും അടക്കമുള്ള പുതുമുഖങ്ങൾ അടങ്ങുന്ന ഈ 2ാം ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജഭവനിലെ ചായ സൽക്കാരവും കഴിഞ്ഞ് നേരെ പോകുന്നത് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിലാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന പ്രവർത്തന രംഗത്തും പൊതുമണ്ഡലത്തിലും ജനാധിപത്യ വേദികളിലും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭയിലെ കന്നിക്കാരാണ് ഞങ്ങൾ. ഈ കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ അവസാനത്തെ ദുരന്തബാധിതനെയും ഈ കേരളം പുനരധിവസിപ്പിക്കും. അത് കേരളം ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പിൻബലമാണ്.
ലോകത്തെവിടെയും ഇല്ലാത്ത മതനിരപേക്ഷതയുടെ സുഗന്ധം പരത്തുന്ന നാടായി ഈ കേരളം മാറിയില്ലേ? ഈ ഒരു മാസക്കാലം 3 മഹത്തായ ആഘോഷങ്ങൾ നമ്മുടെ നാട് കണ്ടു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാം ആഘോഷിച്ച ചെറിയ പെരുന്നാൾ, നോമ്പ് തുറകൾ മുതൽ ഈദ്ഗാഹകൾ വരെ മലയാളത്തിന്റെ മതനിരപേക്ഷ മനസ്സാക്ഷിയുടെ പൂർണ്ണമായ സാന്നിധ്യം. വെടിക്കെട്ട് നടത്തിയും വിഷു കൈനീട്ടം കൊടുത്തും മഞ്ഞ കൊന്നയുടെ വിഷു ആഘോഷിച്ചു ജാതിക്കതീതമായ മലയാളികളുടെ കൂട്ടായ്മ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്റർ ഇന്നലെ കേരളം മുഴുവൻ ഒരിടത്തും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശുയാത്രകളിൽ പോലും വഴിയിൽ തടസ്സമോ ശബ്ദങ്ങളോ ഇല്ലാതെ മതനിരപേക്ഷ കേരളം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. ആ മതനിരപേക്ഷത ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയാത്ത മതനിരപേക്ഷത, ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത ജനകീയ സുരക്ഷിതത്വം, അത് വാഗ്ദാനം ചെയ്ത ഇന്ത്യയിലെ ഗവൺമെന്റിന്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരു പേരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളം എന്ന പേര് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. എത്രയേറെ ദുരന്തങ്ങൾ, എത്രയേറെ ആരോപണങ്ങളും ദുരന്തങ്ങളും ഇടതടവില്ലാത്ത വിധം കേരളത്തിന്റെ തലയ്ക്ക് മീതെ പെയ്തിറങ്ങുകയാണ്. എന്തെല്ലാം ആരോപണങ്ങൾക്ക് ഈ ഗവൺമെന്റിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ആ ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്നിപ്പോ നിലവിലുണ്ടോ? ആരോപണങ്ങളുടെ പെരുമഴ വസ്തുനിഷ്ഠമായ വിശകലനത്തിന് വിധേയമാക്കിയാൽ ഒന്നുമില്ലാത്ത വിധമാണെങ്കിലും ആരോപണങ്ങളുടെ തുടർക്കാഴ്ച ഈ കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് 11-ാം തീയതി ദുരന്ത ബാധിതരെ കാണാൻ നേരിട്ടെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ആഗസ്റ്റ് 17-ന് കേന്ദ്ര ഗവൺമെന്റിന് കേരളം കൊടുത്ത ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന് സമ്മാനിച്ച ഒരു മെമ്മോറാണ്ടം പോലും ഈ കേരളത്തിനകത്ത് വിമർശനത്തിന് വിധേയമായി. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ദുരന്തം കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ച് പ്രതിപാദിച്ചു കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മെമ്മോറാണ്ടത്തെ കറുത്ത പുകയിൽ നിർത്തിക്കൊണ്ട് മരണപ്പെട്ടതിന്റെ ശവസംസ്കാരത്തിന് 75,000 രൂപ എഴുതിയെടുത്തവരാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ പോലും 9 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു, ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സുനിത വില്യംസ് ബഹിരാകാശത്ത് 9 മാസക്കാലം ഇരിക്കേണ്ടി വന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ എത്രയേറെ ആരോപണങ്ങൾക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായി. ഏതെങ്കിലും പേടി നമുക്കുണ്ടോ? ഗവൺമെന്റ് വികസനത്തെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത്, വിവാദങ്ങളെ കുറിച്ചല്ല. വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം ചെലവഴിക്കാനല്ല. കുറഞ്ഞ കാലം കൊണ്ട് 3.5 കോടി മലയാളിയെ സമസ്ത മേഖലകളിലെയും വികസനത്തിന്റെ പന്താവിലേക്ക് നടത്തിക്കൊണ്ടു പോകണം. അതിൽ വികസനത്തിന്റെ നേർക്കാഴ്ച ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ ചുണ്ടുകളിൽ അതിന്റെ സ്വാദ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാകണം. അതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഈ ഗവൺമെന്റ് നിർവഹിക്കുകയാണ്.